വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. അപ്പൊ നാളെയാണ് നമ്മൾ കാത്തിരുന്ന കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 3 ഇയറിനും 5 ഇയറിനും നടക്കുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്ട്രോങ് ആയിരുന്നു, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. കാരണം എനിക്ക് കമന്റ് ബോക്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചാനലിൽ അല്ലെങ്കിൽ മറ്റു ചാനലിൽ വീഡിയോസ് കാണുന്നവരും കോച്ചിങ്ങിന് പോയി പഠിക്കുന്നവരും ഒക്കെയാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നിങ്ങളുടെ സ്ട്രോങ് ആക്കി നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്ക് അത് നിങ്ങൾ എഴുതാൻ പോവുകയാണ് ആ പഠിച്ചത്. അപ്പൊ ആ ഒരു 2 hours എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച കോളേജ് ഏതാണോ അവിടെ തന്നെ അഡ്മിഷൻ കിട്ടി പഠിക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. പിന്നെ നിങ്ങൾ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. നിങ്ങൾ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചു പോയി അല്ലെങ്കിൽ ഉറക്കളച്ച് ഇപ്പോൾ ഇന്ന് രാത്രിയൊക്കെ ഇരുന്ന് ഉറക്കളച്ചൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരുപാട് ഉറക്കളച്ചൊന്നും ഇരുന്ന് പഠിക്കേണ്ട. നിങ്ങൾ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, ടോപ്പിക്സ് ഒക്കെ കണ്ട് ഒന്നും കൂടി നോക്കുക, റിഫ്രഷ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ഒന്നും കൂടി റിഫർ ചെയ്യുക. അതൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഒരുപാട് ഉറക്കളച്ചിരുന്ന് ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് പഠിച്ച് സ്ട്രെസ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വയ്യാതാവരുത്. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക മാക്സിമം, എന്നിട്ട് ഉറങ്ങുക. ഈ 3 കാര്യങ്ങൾ നോക്കുക: ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ പോകാൻ. പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടണം. കാരണം ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ 2 മണിക്കൂറാണ്. അപ്പോൾ ആ 2 മണിക്കൂർ എക്സാമിനേഷനിൽ നമുക്കറിയാം CBT മോഡ് എക്സാമിനേഷൻ ആണ്. ആ സമയത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ നോക്കി ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിയിട്ടൊക്കെ ഇല്ലെങ്കിൽ ഉറക്കമൊക്കെ തൂങ്ങും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങുക കേട്ടോ. വെള്ളമൊക്കെ കുടിക്കുക, ഫുഡൊക്കെ കഴിക്കുക. 1-2 കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ചേച്ചി വയ്യ, ട്രിപ്പ് ഇട്ടു, ടെൻഷൻ അടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ്. ആ ഒരു അവസ്ഥയൊന്നും നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് നല്ല രീതിയിൽ എക്സാം എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹെൽത്തും നോക്കുക കേട്ടോ. ഹെൽത്തും കൂടി നോക്കിയിട്ട് എക്സാം എഴുതുക. ഹെൽത്ത് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എന്നോട് 1-2 കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നിയോണ്ട് നിങ്ങളോട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എക്സാം ഹോളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഗൈഡ് ലൈൻസ് എങ്ങനെയാണ്, ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരു വീഡിയോ CBT മോഡ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും അതിൻ്റെ ഗൈഡ് ലൈൻസ് ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ കളർ കോഡൊക്കെ ഉണ്ട്, ഓറഞ്ച്, വയലറ്റ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാൻഡേറ്ററി ആയിട്ട് എന്തൊക്കെയാണ് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്ന്. എന്നിട്ടും കുറച്ച് കുട്ടികളൊക്കെ ഡൗട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഡ്രസ് കോഡ് ഉണ്ടോ, അതോടൊപ്പം ചേച്ചി അഡ്മിറ്റ് കാർഡിൻ്റെ ഒറിജിനൽ ആണോ കൊണ്ടുപോകേണ്ടത്, അല്ല സോറി നമ്മൾ ID പ്രൂഫിൻ്റെ ഒറിജിനലാണോ കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള ഡൗട്ടൊക്കെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ വിഷ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ അതും കൂടി പറയാനായിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് എക്സാം ഹോളിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം കൊണ്ടുപോകേണ്ട കാര്യം അഡ്മിറ്റ് കാർഡ്. അത് മറക്കരുത്. തലേദിവസമേ ഇന്നേ എടുത്ത് നിങ്ങളത് ബാഗിൽ വെച്ചോ. ലാസ്റ്റ് രാവിലെ പോയി പ്രിന്റ് എടുക്കാനും നിൽക്കരുത്. നാളെ ഞായറാഴ്ചയാണ്. നിങ്ങൾ നേരത്തെ പ്രിന്റ് എടുത്ത് എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പോയി പ്രിന്റ് എടുക്കുക. അത് പ്രിന്റ് എടുക്കുമ്പോൾ കളർ പ്രിന്റ് എടുക്കാൻ നോക്കുക. കളർ പ്രിന്റ് ആണ് നല്ലത്, കളർ പ്രിന്റ് ആണ് പ്രിഫറബിളി ബെറ്റർ എന്നും നമ്മുടെ സൈറ്റിലും പറയുന്നുണ്ട്. സോ നിങ്ങൾ കളർ പ്രിന്റ് എടുക്കുക, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കളർ പ്രിന്റ് എടുത്ത് 10 രൂപയ്ക്കേ ഉള്ളൂ. അപ്പോൾ അത് കളർ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ വെക്കുക. ബാഗിൽ നേരത്തെ എടുത്ത് കൊണ്ടുപോകുന്ന ബാഗിൽ നേരത്തെ എടുത്ത് വെക്കുക. അവിടെ ഇവിടെയൊക്കെ വെച്ച് മറന്നു പോകാതെ, റിവൈസ് ചെയ്യുന്ന ബുക്കിലൊന്നും വെക്കാതെ നേരത്തെ ബാഗിൽ എടുത്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതായത് നിങ്ങളുടെ ഫോട്ടോ ഉള്ള ID പ്രൂഫ് ആയിരിക്കണം. ഫോട്ടോ ഉള്ള ID പ്രൂഫ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡ് മാത്രമല്ല, പാൻ കാർഡ് എടുക്കാം, വോട്ടേഴ്സ് ID എടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ +2ൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ, അഡ്മിറ്റ് കാർഡ് ഉണ്ട്, അപ്പോൾ അതെടുക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ IDയോ 12th ക്ലാസ് ബോർഡ് അഡ്മിറ്റ് കാർഡോ പാസ്പോർട്ടോ, ഇനി ആധാർ കാർഡിൽ തന്നെ നിങ്ങൾക്ക് ഈ ആധാർ കാർഡ് വേണമെങ്കിൽ എടുക്കാം. അതോടൊപ്പം ആധാർ കാർഡിൻ്റെ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടല്ലോ, ആധാറിൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും ഫോട്ടോയും കൂടിയുള്ളത്, ആധാർ എൻറോൾമെൻറ്റ് നമ്പറും ഫോട്ടോയും കൂടിയുള്ള ആ ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, അതും ഒറിജിനൽ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതും വെക്കാവുന്നതാണ്, അതും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. ആരും ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് പോകരുത്, ഒറിജിനൽ തന്നെ എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടുപോയാൽ മതി, അത് ഒറിജിനൽ എടുക്കാനായിട്ട് ശ്രമിക്കുക.
പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഈ 2 സാധനങ്ങൾ നിങ്ങൾ തലേദിവസം എടുത്ത് ബാഗിൽ ഇന്നേ എടുത്ത് ബാഗിൽ വെക്കുക. പിന്നെ നിങ്ങളൊരു പേന, നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ പോയിന്റ് ഏതെങ്കിലും ഒരു ബോൾ പെന്നും കൂടി എടുക്കുക. അതായത് ബ്ലൂ ബ്ലാക്ക് ഏതെങ്കിലും ഒരു കളർ എടുത്തോ, ബ്ലൂവോ ബ്ലാക്കോ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അതായത് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത, ഈ പ്രിന്റ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പേനയില്ലേ സിമ്പിൾ ആയിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പേന എടുത്ത് നിങ്ങൾ ബാഗിൽ കരുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇനി നിങ്ങൾക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് ഇല്ല മക്കളെ. ഡ്രസ് കോഡ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്ക് ഇങ്ങനെ നീറ്റിനൊന്നും പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്ന ഡ്രസ് കോഡ് ഇടണമെന്നൊന്നും ഇതുവരെയും നിലവിൽ ക്ലീഡ് എക്സാമിന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ഞാൻ എക്സാമിന് പോയപ്പോൾ ഗേൾസിനോടാണ് പറയുന്നത്, ഞാൻ എക്സാമിന് പോയ സമയത്ത് ഒരു കുർത്തയും ഒരു ജീൻസും ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. പക്ഷേ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കറിയാം നമ്മളൊരു എക്സാമിനേഷൻ എൻട്രൻസ് എക്സാമിനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മാന്യതയ്ക്ക് അനുസരിച്ച് നിങ്ങളൊരു പറ്റുന്ന രീതിയിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. കാരണം അതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഒരുപാട് ഭയങ്കര ആർഭാടങ്ങളും അല്ലെങ്കിൽ ഭയങ്കര ഓർണമെന്റ്സ്, വലിയ വലിയ ഹെവി ഓർണമെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയ ഒരുപാട് പോക്കറ്റുകളൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ നിങ്ങളൊരു സസ്പീഷൻ അവിടുത്തെ ഇൻവിജിലേറ്ററിന് തോന്നിക്കും. എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടത്താനുള്ള ഉദ്ദേശം ഉണ്ടോ ഈ കൊച്ചിനെന്ന് തോന്നും. അപ്പം അതൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കോൺഫിഡൻസും കൂടി നശിപ്പിക്കേണ്ട എഴുതാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടോ. ബ്ലാക്കോ റെഡോ വൈറ്റോ ലൈറ്റ് കളേഴ്സ് തന്നെ ഇടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഡ്രസ്സ് ഇടാട്ടോ, ഇടാം. പക്ഷെ അത് ഓവർ ആയിട്ടുള്ള ഈ ഡെക്കറേഷൻ ഒന്നും ഓവർ ഓർണമെന്റ്സ് ഒന്നും ഇടാത്ത രീതിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് സിമ്പിളായിട്ട് ഒരു എക്സാമിനേഷന് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഇട്ടിട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷർട്ടോ ടീഷർട്ടോ ജീൻസോ പാൻറ്റോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഡ്രസ് കോഡ് ഇല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് പേന കൂടാതെ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും? ഇറൈസർ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ബുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും ബുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നോട്ട്സ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉള്ള വല്ല ലോഗ് ബുക്ക് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെൻസിലോ അല്ലെങ്കിൽ ഇറൈസറോ പേപ്പറോ അഡീഷണൽ. പിന്നെ മറ്റു കുറച്ച് കുട്ടികൾ ചോദിച്ച ഡൗട്ടായിരുന്നു, ഈ വർക്ക്സ് ഒക്കെ ചെയ്യണമല്ലോ, അപ്പം അതിന് പേപ്പർ വേണമല്ലോ ചേച്ചി, പേപ്പർ കൊണ്ടുപോകണമെന്ന്. പേപ്പർ കൊണ്ടുപോകേണ്ട മക്കളെ, നിങ്ങൾക്ക് അവിടുന്ന് പേപ്പർ തരും കേട്ടോ. പേപ്പർ വർക്ക് ചെയ്യാനായിട്ടുള്ള പേപ്പർ തരും. അപ്പോൾ പേപ്പറും ബുക്കോ നോട്ടോ ഇങ്ങനെ ലോക്ക് ടേബിളോ പെൻസിൽ ബോക്സോ നിങ്ങൾ ഇതൊന്നും കൊണ്ടുവരുന്നത് ട്രിഗ്നോമെട്രി ആണെന്നൊന്നും പറഞ്ഞ്, അപ്പോൾ അതിനൊന്നും നിങ്ങൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തുകൊണ്ട് പോകരുത്. ഒന്നും എടുക്കാതെ പോവുക. പിന്നെ മറ്റുള്ളവർ കുറച്ച് കുട്ടികളുടെ ഡൗട്ടായിരുന്നു വാച്ച് എടുക്കാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസസ് ഇലക്ട്രോണിക് ഡിവൈസസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. പോക്കറ്റിലൊന്നും അബദ്ധത്തിൽ പോലും എടുത്ത് വെക്കരുത്. നിങ്ങൾ ബാഗിൽ പുറത്ത് വെച്ചിട്ട് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾ പാരൻസിൻ്റെ കൂടെ വന്നിരിക്കുന്നതെങ്കിൽ പാരൻസിൻ്റെ കയ്യിൽ അത് സുരക്ഷിതമായിട്ട് കൊടുക്കുക കേട്ടോ. അതല്ലാതെ അതൊന്നും വെച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾ മറന്നു കയറി പോയതാണെങ്കിൽ പോലും അതൊക്കെ പ്രശ്നമാവും. അപ്പം നിങ്ങൾ അതൊക്കെ പുറത്ത് വെച്ചിട്ട് പോവുക. ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ മെയിൻ ഡൗട്ടായിരുന്നു കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. കാൽക്കുലേറ്റർ പറ്റില്ല. പിന്നെ വാച്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഏതെങ്കിലും വാച്ച് നിങ്ങൾക്ക് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ്. കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സമയം നോക്കാനായിട്ട്. പക്ഷേ ഡിജിറ്റൽ ആയിട്ടുള്ള വാച്ചോ സ്മാർട്ട് വാച്ചോ ഒന്നും നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുക കേട്ടോ. ഡിജിറ്റൽ വാച്ച് സ്മാർട്ട് വാച്ച് ഒന്നും പറ്റില്ല. അതോടൊപ്പം തന്നെ ക്യാമറയുള്ള പേനയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന്. അപ്പം ഇതൊന്നും പറ്റില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാണ്, അതൊന്നും പറ്റില്ല. പിന്നെ വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കുപ്പി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. കൊണ്ടുപോകാം, വെള്ളം കുടിക്കാൻ കുപ്പിയൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ കയറ്റാതിരിക്കാൻ സമ്മതിക്കുകയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ കൊണ്ടുപോകുക കേട്ടോ. ഈ പ്രിൻ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഉള്ളിൽ എന്താണ് എന്ന് കാണാൻ പറ്റാത്ത ബോട്ടിലും കൊണ്ട് നിങ്ങൾ പോരുത്. അതായത് ജസ്റ്റ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, നമുക്ക് കാണണം ഉള്ളിൽ വെള്ളമാണ് ഉള്ളതെന്ന്. അപ്പം അത് കാണാൻ പറ്റുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം കുടിക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ വെള്ളം കൊണ്ടുപോയില്ലെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ വെള്ളം തരും. അതൊക്കെ നിങ്ങൾക്ക് ഇൻവിജിലേറ്റർ അതിനനുസരിച്ചുള്ളതൊക്കെ തരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഡ്രസ് കോഡിൻ്റെ കാര്യത്തിലും സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പറയാനുള്ളത്, അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഈ ഏതൊക്കെ കുട്ടികളാണ് പരീക്ഷ എഴുതിയത്, ആപ്ലിക്കേഷൻ കൊടുത്തതിൽ ഈ സെൻറ്ററിൽ വന്ന് പരീക്ഷ എഴുതിയ കുട്ടികൾ ആരൊക്കെയാണെന്നുള്ളതിന് നിങ്ങൾക്ക് അവിടെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യാനായിട്ട് പറയും ഇൻവിജിലേറ്റർ. അപ്പോൾ ആ ഇൻവിജിലേറ്റർ പറയുന്ന സമയത്ത് ഇനി ആരെങ്കിലും, എല്ലാവരെയും സൈൻ ചെയ്യിപ്പിക്കും. ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ അത് ഇൻവിജിലേറ്റർ ചോദിക്കും എല്ലാവരും സൈൻ ചെയ്തോ എന്ന്. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും സൈൻ ചെയ്തതിന് ശേഷമാണ് ആ ഒരു എക്സാം ഹോളിൽ നിന്ന് പോരാമോളൂ. അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. നിങ്ങൾ ആ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഡൻസ് ഷീറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി
പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, നമുക്കറിയാം 2 മണിക്കൂർ നീണ്ട എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിൽ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ചെയ്ത് പോക്കോ. അതിനുശേഷം നിങ്ങൾ വന്നാൽ മതി, മടങ്ങി വന്നാൽ മതി ആ ക്വസ്റ്റ്യനിലേക്ക്. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ടൈം അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മാത്രമല്ല നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. എല്ലാവരും മുഴുവൻ എക്സാം അല്ലെങ്കിൽ മുഴുവൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടല്ല ഈ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അയ്യോ അവസാനത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഈസി ആയിരുന്നു, എനിക്കത് എഴുതാൻ പറ്റിയില്ല എന്നുള്ള ഡൗട്ട് നിങ്ങൾ വരുത്തരുത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയാണോ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഭയങ്കര ഡൗട്ട് ഉണ്ട്, എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കേണ്ട, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, എന്നിട്ട് തിരിച്ചു വരാമല്ലോ നമുക്ക്. അപ്പം നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പോവുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മാർക്ക് ഫോർ റിവ്യൂവിൽ ഇടേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് വരുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ആ കളർ കോഡും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഈ മോക്ക് ടെസ്റ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ മോഡ് എക്സാം അല്ലേ. അപ്പോൾ ആരെങ്കിലും ഈ ഒരു കമ്പ്യൂട്ടർ മോഡ് എക്സാമിൻ്റെ രീതി എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അറിയില്ലാത്തവരാണെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, 10-15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി, ഒരു കമ്പ്യൂട്ടർ മോഡ് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് മാർക്കൊന്നും ഇല്ല കേട്ടോ. ആക്ച്വൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മാർക്ക് വരുന്നത്. അപ്പോൾ ടൈം അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. ആ ടൈം തീരുന്നത് നിങ്ങൾ നോക്കുക. ടൈം നോക്കി ടെൻഷൻ ആവണ്ട, പക്ഷേ ടൈം നോക്കി നിങ്ങൾ മാനേജ് ചെയ്ത് എക്സാം എഴുതുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം എഴുതുക. ഇനി അറിയാൻ പാടാത്തതാണെങ്കിൽ ഒരുപാട് തലപോഞ്ഞ് നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾക്ക് നിൽക്കണ്ട. നിങ്ങൾ അറിയാവുന്ന എഴുതി പോവുക കേട്ടോ. അതിനുശേഷം സമയമുണ്ട് എങ്കിൽ നിങ്ങൾ അതിലേക്ക് വരിക, പിന്നീട് അതും വർക്ക് ചെയ്യുക. അപ്പം അങ്ങനെ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക. കാം ആൻഡ് ക്വയറ്റായിട്ട് പോയിരുന്ന എക്സാമൊക്കെ എഴുതുക. തൊട്ടടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ വർത്താനം പറഞ്ഞ് സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എക്സാം എഴുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ അവിടെ എവിടേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എക്സാം എഴുതുക, പോരുക. ടെൻഷനൊന്നും അടിക്കേണ്ട, കൂളായിട്ട് പോവുക. നാളെ നല്ല രീതിയിൽ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോവുക കേട്ടോ. രാത്രി ഉറക്കളിച്ചിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം കഴിവതും പഠിച്ച് റിവൈസ് ഒക്കെ ചെയ്തിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങുക. പ്രോപ്പറായിട്ടുള്ള ഉറക്കവും ഫുഡും വെള്ളമൊക്കെ കുടിച്ച് പോയി നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോളേജിൽ നല്ല മാർക്ക് കിട്ടി സ്കോർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും എക്സാം എളുപ്പമായിരിക്കും. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. ഈസി ആവട്ടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ വിചാരിക്കാം എല്ലാം ഈസി ആവട്ടെ അല്ലെങ്കിൽ നല്ലതായിട്ട് നടക്കുമെന്ന്. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കുറേ പേര് ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയപ്പോൾ കുറേ ടെൻഷൻസ് പറയുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് കുറവായിരുന്നു ചേച്ചി എന്നുള്ളതൊക്കെ. ഞാൻ മോക്ക് ടെസ്റ്റ് മെയിൻലി നിങ്ങൾക്ക് ഇട്ടത് ഞാനല്ല അത് കണ്ടക്ട് ചെയ്തത്. ഓൾറെഡി കോളേജിൽ കുറേ കമ്മിറ്റീസ് കണ്ടക്ട് ചെയ്തത് വെച്ച് നിങ്ങൾക്കതൊന്ന് ഫെമിലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്കുകളൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഞാനായിട്ട് കണ്ടക്ട് ചെയ്തതല്ല, പക്ഷെ അത് നിങ്ങൾക്കത് ഫെമിലിയർ ആവാൻ വേണ്ടി, ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ മോഡ് എക്സാമിനേഷൻ എഴുതുന്നതാണ് എങ്കിൽ അത് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അതിലൊരിക്കലും നിങ്ങൾ ആ രീതിയിൽ മോക്ക് ടെസ്റ്റിൻ്റെ മാർക്കാണ് നിങ്ങളുടെ മാർക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വന്ന തെറ്റുകളൊക്കെ നോക്കി നിങ്ങൾ തിരുത്തി പഠിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. മോക്ക് ടെസ്റ്റിൻ്റെ മാർക്കാണ് നിങ്ങളുടെ എന്നോർത്ത് ഇപ്പോഴേ ടെൻഷൻ അടിച്ച് അത് ഓർത്ത് നിങ്ങൾ വിലയിരുത്തേണ്ട. മോക്ക് ടെസ്റ്റ് ഒന്നും അല്ല ഒന്നും. നിങ്ങൾ ആ അപ്പോൾ എഴുതാൻ പോകുന്ന ആ 2 മണിക്കൂർ അതാണ് എല്ലാം. അതല്ലാതെ നിങ്ങൾ നേരത്തെ എന്തോരം പഠിച്ചോ അല്ലെങ്കിൽ നേരത്തെ എത്ര മോക്ക് ടെസ്റ്റിന് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയോ അതൊന്നും അല്ല നോക്കുന്നത്. 2 hours എക്സാം ആണ്. അപ്പോൾ ആ 2 hours എക്സാം നിങ്ങളുടെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മാനേജ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതുക. സ്ട്രെസ്സൊക്കെ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോയിരുന്ന എക്സാം എഴുതുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.